കാലാതീതമായ രക്ഷാകര പദ്ധതിയിലൂടെ സമയത്തിൻ്റെ പൂർത്തീകരണത്തിൽ ആത്മാക്കളുടെ നിത്യരക്ഷയ്ക്കായി ജീവാർപ്പണം ചെയ്ത ഈശോ ഇന്ന് നമുക്കിടയിൽ പ്രവർത്തിക്കുന്നത് തൻ്റെ പ്രതിപുരുഷന്മാരിലൂടെയാണ്. താൻ തുടക്കം കുറിച്ച അവസാനമില്ലാത്ത മഹാപദ്ധതിയുടെ പിന്തുടർച്ചക്കാരായി അവിടുന്ന് തെരഞ്ഞെടുക്കുന്ന അനേകർ. ഭൂമിയുടെ മണ്ണിൽ നിന്ന് ജീവാംശം സ്വീകരിക്കുന്നവരെങ്കിലും തൻ്റെ ജ്ഞാനം പകർന്നു നൽകി ദൈവം അവരെ സമ്പന്നരാക്കുന്നു. ഓരോ ആത്മാക്കളോടും നിറഞ്ഞു കവിയുന്ന അനന്തകാരുണ്യത്താൽ വൻ കാര്യങ്ങൾ ചെയ്യുന്നതിനായി തൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ കരങ്ങളെ അവിടുന്ന് അഭിഷേകം ചെയ്യുന്നു. അഭിവന്യ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം തൻ്റെ പ്രവർത്തന രീതികൾ കൊണ്ടും ജീവിതാനുഭവങ്ങൾ കൊണ്ടും വ്യത്യസ്തനാണ്. ഇന്ന് ഏറെ മാറ്റങ്ങൾക്ക് വിധേയപ്പെട്ട് സ്വാർത്ഥതയുടെയും വെറുപ്പിൻ്റെയും പുറംതോടിനുള്ളിൽ അടയ്ക്കപ്പെട്ട സംസ്കാരത്തിൽ നിന്നുകൊണ്ട് തൻ്റെ ബാല്യകാലത്തെ സ്മരിക്കുന്ന അദ്ദേഹം ഒരു തിരിച്ചുപോക്കിൻ്റെ ആവശ്യകതയെ ഓർമ്മിപ്പിക്കുന്നു. ആത്മീയ ബോധ്യങ്ങളിൽ കർത്താവിൻ്റെ അജഗണത്തെ നയിക്കുന്നതിനൊപ്പം ഭൗതികമായ ഇടപെടലുകളുടെ അനിവാര്യതയും മനസ്സിലാക്കാനുതകുന്ന സാഹചര്യങ്ങളാണ് അഭിവന്യ ജോസഫ് പെരുന്തോട്ടം പിതാവിന് തുടക്കം മുതൽ ദൈവം അനുവദിച്ചിരുന്നത്. ചുരുങ്ങിയ വർഷങ്ങൾക്കുള്ളിൽ തൻ്റെ കാര്യപ്രാപ്തി സമൂഹമധ്യത്തിൽ തെളിയിച്ച അദ്ദേഹത്തിൻ്റെ തുടർന്നുള്ള നിയോഗം അല്പം കൂടി വിശാലമായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ കർത്താവിനൊപ്പം നിന്ന് അവിടുത്തെ ചിതറിക്കപ്പെട്ട അജഗണത്തിനു വേണ്ടി ചെയ്യുവാൻ ആഗ്രഹിച്ച ആ യുവവൈദികന്റെ തീഷ്ണത ഗ്രഹിച്ച രൂപതാ നേതൃത്വം അദ്ദേഹത്തിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഭരമേൽപ്പിച്ചു. അഭിവന്യ മാർ ജോസഫ് പെരുന്തോട്ടം പിതാവിൻ്റെ പൗരോഹിത്യ ജീവിതത്തിലെ ആരംഭ കാലഘട്ടം ദൈവനിശ്ചിതമായ രൂപീകരണ വഴികളിലൂടെയാണ് കടന്നുപോയിരുന്നത്. തികച്ചും ക്രിയാത്മകമായ ഒട്ടേറെ മേഖലകളിൽ തികഞ്ഞ ആത്മവിശ്വാസത്തോടെ ഇടപെടുവാൻ ചുരുങ്ങിയ കാലങ്ങൾക്കുള്ളിൽ ദൈവം ഏറെ അവസരങ്ങൾ അദ്ദേഹത്തിന് നൽകി. എന്നാൽ ആ അഭിഷിക്തനുമേലുള്ള ദൈവനിയോഗം അതിൻ്റെ പൂർണ്ണതയിൽ എത്തിച്ചേരുന്നതിനായി മറ്റേറെ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കപ്പെടേണ്ടതുണ്ടായിരുന്നു. കേരള സഭാ ചരിത്രത്തിൽ നിർണായകമായ സ്ഥാനം വഹിക്കുന്ന ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ഇടയനായി മാറുവാൻ അദ്ദേഹം സ്വന്തമാക്കേണ്ടിയിരുന്ന അറിവുകൾ ഏറെയുണ്ടായിരുന്നു. തുടർന്ന് ദൈവനിശ്ചയപ്രകാരം അധികാരികളുടെ നിർദ്ദേശങ്ങൾക്ക് കീഴ്വഴങ്ങി അദ്ദേഹം റോമിൽ ഉപരിപഠനം നടത്തുന്നതിനായി തീരുമാനിച്ചു. അതിരൂപതയിലെ ഏതാണ്ട് 8 വർഷത്തെ ശുശ്രൂഷയ്ക്ക് ശേഷം ഉപരിപഠനത്തിനായിട്ട് റോമിലേക്ക് പോകുവാൻ ഞാൻ നിയോഗിക്കപ്പെട്ടു. അങ്ങനെ സഭാചരിത്രത്തിലെ ഉപരിപഠനം നടത്തുവാൻ വേണ്ടിയാണ് എന്നെ റോമിലേക്ക് അധികാരികൾ അയച്ചത്. റോമിലെ ആ പഠനം വിദേശത്ത് വ്യത്യസ്തമായൊരു സംസ്കാരം, പ്രത്യേകിച്ച് പാശ്ചാത്യ സംസ്കാരം, വ്യത്യസ്തമായ ഭാഷ, വ്യത്യസ്തമായ കാലാവസ്ഥ, ഇതെല്ലാം പ്രതികൂലമായ ഘടകങ്ങളായിരുന്നു. വാസ്തവത്തിൽ വിദേശത്ത് പോകുവാനുള്ള ആഗ്രഹമൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് പുതിയ ഭാഷകളുമൊക്കെ പഠിച്ച് പ്രത്യേകിച്ച് അവിടുത്തെ സംസ്കാരം, പാശ്ചാത്യ സംസ്കാരം, ഭാരതീയ സംസ്കാരത്തിൽ നിന്ന് ഒത്തിരി വ്യത്യസ്തമായ ഘടകങ്ങൾ ഉൾക്കൊള്ളുന്ന ആ വിദേശ സംസ്കാരത്തിൽ ആയിരിക്കുന്നത് എനിക്ക് ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ള ചിന്തയുണ്ടായിരുന്നു. എങ്കിലും അധികാരികൾ നിശ്ചയിച്ചു, ആവശ്യപ്പെട്ടു. അതിന് വിധേയപ്പെട്ട് റോമിൽ പഠിക്കുവാനായിട്ട് പോയി.
ആദ്യം സൂചിപ്പിച്ചതുപോലെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഭാഷയുടെ വ്യത്യാസം, പുതിയ ഭാഷകൾ പഠിക്കണം. ഇതുപോലെ പരിചയിച്ചിട്ടില്ലാത്ത ഭാഷകളിലാണ് ക്ലാസ്സുകളും മറ്റ് കോഴ്സുകളും ഒക്കെ നടക്കുന്നത്. പരീക്ഷ പോലും നടത്തേണ്ടത് അങ്ങനെ പുതിയൊരു ഭാഷ പഠിച്ച ഭാഷയിലാണ്. ഇങ്ങനെയൊക്കെയുള്ള പ്രതികൂല സാഹചര്യങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നു. എങ്കിലും അതിനെയൊക്കെ പ്രാർത്ഥനയിൽ ആശ്രയിച്ച് അത്യധ്വാനത്തിലൂടെ നേരിടുവാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ പ്രാരംഭ ബുദ്ധിമുട്ടുകളൊക്കെ ക്രമേണ തരണം ചെയ്യുവാൻ സാധിച്ചു. ജനിച്ചു വളർന്ന സാഹചര്യങ്ങളിൽ നിന്നും അകന്ന് വ്യത്യസ്തമായ വഴികളിലൂടെ സഞ്ചരിക്കുവാൻ ലഭിച്ച അവസരം അഭിവന്യ ജോസഫ് പെരുന്തോട്ടം പിതാവിന് നൽകിയ ബോധ്യങ്ങൾ ഏറെയാണ്. തികച്ചും വ്യത്യസ്തമായ ഒരു ജനവിഭാഗത്തിനിടയിൽ ജീവിച്ചുകൊണ്ട് വ്യത്യസ്തമായ വീക്ഷണകോണുകളിലൂടെ ഏറെ അറിവുകൾ സ്വായത്തമാക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ദൈവം ആഗ്രഹിക്കുന്ന ഔന്നത്യത്തിലേക്കും സ്ഥാനത്തേക്കും നാം ഓരോരുത്തരും കടന്നെത്തുവാൻ തുറന്ന ഹൃദയത്തോടെ വസ്തുതകളെ സമീപിക്കുകയും വിഹക വീക്ഷണത്തോടെ ലോക ആത്മീയ സത്യങ്ങളെ സമീപിക്കുകയും വേണമെന്ന ബോധ്യം അദ്ദേഹം നമ്മോട് പങ്കുവയ്ക്കുന്നു. ഓരോ സംസ്കാരത്തിലുമുള്ള നല്ല ഘടകങ്ങൾ, നല്ല കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം, വിലമതിക്കണം. അതിനെ നമ്മുടെ സംസ്കാരത്തിന് വിരുദ്ധമല്ലെങ്കിൽ സ്വാംശീകരിക്കാൻ തയ്യാറാവുകയും ചെയ്യണം. എന്നാൽ അന്യസംസ്കാരത്തിലെ മോശമായ ചില ഘടകങ്ങൾ ചിലപ്പോൾ അത് ആകർഷകമായി തോന്നിയേക്കാം. അങ്ങനെയുള്ളതിനെ ഉൾക്കൊള്ളാനും ഇടയാവരുത്. എല്ലാ സംസ്കാരത്തിലും ഉണ്ട് ചില നന്മകളും ചില തിന്മകളും. ഏതായാലും റോമിലെ ആ ഒരു പഠനകാലം, പരിശീലനകാലം എനിക്ക് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഒത്തിരിയധികം നന്മ ഉളവാക്കിയ ഒന്നാണ്. ഒന്ന്, സഭയെ തന്നെ കൂടുതൽ സാർവത്രികമായിട്ട് അറിയുവാൻ സാധിച്ചു. വിവിധ രാജ്യങ്ങളിൽ ഉള്ള ആൾക്കാരുമായിട്ട് പരിചയപ്പെടാൻ സാധിച്ചു. വിവിധ സംസ്കാരങ്ങളെ പരിചയപ്പെടാൻ സാധിച്ചു. അതൊക്കെ ഒരു വലിയ നേട്ടമാണ്. അതുപോലെ ചില വിഷയങ്ങളെക്കുറിച്ച് ആധികാരികമായ പഠനം, പ്രത്യേകിച്ച് ചരിത്ര വിഷയം പഠിക്കുമ്പോൾ ആ ചരിത്രബോധം കൂടുതൽ ആഴപ്പെടുത്തുവാൻ ഒരവസരമായി. അത് നമുക്ക് പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഇല്ലാത്ത ഒരു കാര്യമാണ് ഈ ചരിത്രബോധം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള പക്ഷേ പാശ്ചാത്യ ലോകത്ത് ആ ഒരു ചരിത്രബോധം ഏറെ ഉള്ള ഒരു സംസ്കാരമാണ് അവിടുത്തേത്. ആ ചരിത്ര രേഖകൾ സൂക്ഷിക്കുന്നതിന്, ചരിത്ര യാഥാർത്ഥ്യങ്ങളെ വിലമതിക്കുന്നതിന് ഒക്കെ ഉള്ള ഒരു നല്ല സമീപനമാണ് അവിടെ ഉള്ളത്. ആ രീതിയിൽ അവിടുത്തെ പഠനം എൻ്റെ സഭാ ശുശ്രൂഷയിൽ ഏറെ സഹായിച്ചു എന്ന് തന്നെയാണ് എനിക്ക് ഇപ്പോൾ പറയുവാനുള്ളത്. ചില പതിറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ യൂറോപ്പിൻ്റെ മാതൃഹൃദയങ്ങളിൽ താൻ തിരിച്ചറിഞ്ഞ നൊമ്പരങ്ങൾ അഭിവന്യ പിതാവ് നമ്മോട് പങ്കുവയ്ക്കുന്നു. ശാസ്ത്രത്തിൻ്റെ നേട്ടങ്ങളും പുരോഗതിയും മനുഷ്യകുലത്തെ നന്മയിലേക്ക് നയിക്കേണ്ടതിനു പകരം പലപ്പോഴും തിന്മയിലേക്കാണ് നയിക്കുന്നത് എന്ന് അദ്ദേഹം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സൃഷ്ടവസ്തുക്കളുടെ വശ്യതയിലും ആകർഷണീയതയിലും അകപ്പെട്ട് സൃഷ്ടാവിനെ വിസ്മരിച്ച അക്കാലത്തെ യൂറോപ്പിൻ്റെ ദുരന്തം അതിനേക്കാൾ ഏറെ തീവ്രതയിൽ നിന്ന് കേരളത്തെ വിഴുങ്ങുന്നുവെന്ന യാഥാർത്ഥ്യം നാം ഉൾക്കൊണ്ടേ മതിയാവൂ. ഒരിക്കലും ഞാനൊരു വീട്ടമ്മ പ്രതികരണം ഞാൻ ഓർക്കുകയാണ്. അവിടെയാണ് ഞാൻ കുറച്ച് നാൾ താമസിച്ചത്. ഭക്ഷണം ഒക്കെ അവിടെ നിന്നാണ് കഴിച്ചിരുന്നത്. ആ വീട്ടമ്മയ്ക്കും കുറേ വേദനകളുണ്ടായിരുന്നു. അവരുടെ ഒരു മകൻ വേണ്ടത്ര ഒരു അനുസരണ ഇല്ലാതെ നമ്മൾ സാധാരണ യുവജനങ്ങളിൽ ചിലപ്പോൾ കണ്ടെത്താറുള്ള ഒരു ഉഴപ്പിൻ്റെ ഒരു ജീവിതം അവനിൽ കടന്നു വന്നു. വേണ്ടത്ര പഠിക്കാനൊക്കെ സൗകര്യം ഉണ്ടായിട്ടും അവൻ അങ്ങനെ പഠിക്കാൻ തയ്യാറായില്ല. ടി വിയുടെ മുമ്പിൽ എപ്പോഴും ചെലവഴിക്കുന്ന ഒരു രീതി. അങ്ങനെ വീട്ടുകാരുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ലാതെ കഴിയുന്ന ഒരവസ്ഥ കാണുകയുണ്ടായി.
അവരുടെ ആ മാതാക്കളെ വളരെ വേദനിപ്പിച്ച കാര്യമാണ്. ആ മകൻ്റെ ജീവിതം അവർക്കത്ര തൃപ്തികരമായിരുന്നില്ല. അപ്പോൾ ആ അമ്മ എന്നോട് പറയുണ്ടായി, അന്ന് യൂറോപ്പിലും മറ്റും ഈ സാങ്കേതിക വിദ്യ വളരെ വളർന്നു വന്നിരിക്കുന്നു സാങ്കേതിക വിദ്യ ശാസ്ത്രം. ആ അമ്മ പറയുണ്ടായി, ടി വി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അമ്മ പറഞ്ഞത്, ഈ ടി വിയാണ് ഞങ്ങളെ നശിപ്പിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. എപ്പോഴും ടി വിയുടെ മുമ്പിൽ ഇരിക്കുക. എന്നിട്ട് അവിടെ നമ്മൾ ഇന്ന് ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ മാധ്യമങ്ങൾ ചെലുത്തുന്ന ചില ദുസ്വാധീനങ്ങളുണ്ടല്ലോ, മാധ്യമങ്ങളെ ദുരുപയോഗിക്കുന്ന രീതി, മൊബൈലിനെ ദുരുപയോഗിക്കുന്ന രീതി, ഇൻ്റർനെറ്റ് ദുരുപയോഗിക്കുന്ന രീതി, അങ്ങനെയുള്ള ദുരുപയോഗത്തിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിക്കുന്ന മാതാപിതാക്കളെ എനിക്കവിടെ കാണാൻ സാധിച്ചു. ഇതാണ് ഞങ്ങളെ നശിപ്പിക്കുന്നത്. പ്രാർത്ഥനയില്ല, കുടുംബ പ്രാർത്ഥനയില്ല, അങ്ങനെയുള്ള ഒരു സാഹചര്യം അതൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ വേദനിക്കുന്ന പഴയൊരു തലമുറ അവിടെയുണ്ട്. ഇന്ന് അവിടെയും വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ, കുടുംബജീവിതത്തിൻ്റെ കാര്യത്തിൽ ഒത്തിരി പാളിച്ചകൾ സംഭവിച്ചിരിക്കുന്നു. കുടുംബജീവിതം എന്ന് പറയുന്നത് നാമമാത്രമായിട്ട് മാറിയിരിക്കുന്നു. കുടുംബത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന രീതിയില്ല, വിവാഹ ബന്ധങ്ങൾ ശിഥിലമായിത്തീരുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി ഒരു അധപ്പതനം അവിടെ നേരിടുന്നുണ്ട്. അതൊക്കെ കുടുംബത്തിൻ്റെ ഭദ്രത തകർന്നുകൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഏതായാലും ഇന്നത്തെ ശാസ്ത്രീയ സാങ്കേതിക പുരോഗതി മനുഷ്യനെ മറ്റൊരു തലത്തിൽ അധപ്പതിപ്പിക്കുകയാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അത് ബാലൻസ് ചെയ്ത് പോകുവാൻ ശാസ്ത്ര പുരോഗതിയോടൊപ്പം ധാർമ്മിക ചിന്തയും ദൈവവിശ്വാസവും തളരാതെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ ശ്രമങ്ങളും നമ്മൾ നടത്തേണ്ടതായിട്ടുണ്ട്. കേരളത്തിലെ മാർത്തോമാ ക്രിസ്ത്യാനികളുടെ ചരിത്രത്തെക്കുറിച്ച് ഗവേഷണം നടത്തി വിജയകരമായി പഠനം പൂർത്തിയാക്കി തിരികെ നാട്ടിലേക്കെത്തിയ അഭിമന്യ പിതാവിനെ കാത്തിരുന്നത് ഏറെ മൂല്യവത്തായ ഉത്തരവാദിത്തങ്ങളായിരുന്നു. കാലങ്ങളായി പിതാക്കന്മാർക്കുണ്ടായിരുന്ന സ്വപ്നമായിരുന്ന ആൽമായർക്കുള്ള ദൈവശാസ്ത്ര പഠന കേന്ദ്രത്തിൻ്റെ പ്രഥമ ചുമതലയടക്കം അധ്യാപന രംഗത്തും നേതൃത്വ രംഗത്തും വിലമതിക്കാനാവാത്ത ഏറെ ദൗത്യങ്ങൾ ദൈവം അദ്ദേഹത്തിനായി കാത്തുവച്ചിരുന്നു. അനേകരെ വെളിച്ചത്തിലേക്ക് കൈപിടിച്ചു നടത്തുന്ന സർവകാല ഗുരുവായ ക്രിസ്തുവിൻ്റെ പ്രത്യേകമായ അധ്യാപനവരമാണ് തുടക്കകാലത്ത് തന്നെ ദൈവം അദ്ദേഹത്തിൽ നിധിയായി നിക്ഷേപിച്ചിരുന്നത്. റോമിൽ ഏതാണ്ട് 6 വർഷക്കാലം ഞാൻ ചെലവഴിച്ചു. 6 വർഷം കൊണ്ട് സഭാചരിത്രത്തിൽ ഗവേഷണ പഠനം നടത്തുവാനും ഡോക്ടറേറ്റ് നേടി തിരിച്ചു വരുവാനും ഇടയായി. 1983 റോമിലെത്തുകയും 1989 പഠനം പൂർത്തിയാക്കി തിരിച്ച് ചങ്ങനാശ്ശേരിയിൽ എത്തുകയും ചെയ്തു. തിരിച്ചെത്തിയ ശേഷം ഞാൻ നിയോഗിക്കപ്പെട്ടത് പ്രധാനമായിട്ടും അൽമായർക്ക് വേണ്ടിയുള്ള ഒരു ദൈവശാസ്ത്ര സ്ഥാപനം തുടങ്ങുവാനാണ്. അതോടൊപ്പം തന്നെ വടവാതൂർ മേജർ സെമിനാരിയിലെ അധ്യാപകനായും നിയമിക്കപ്പെട്ടു. അൽമായർക്ക് വേണ്ടി ഒരു ദൈവശാസ്ത്ര സ്ഥാപനം, പരിശീലന ഒരു പഠന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുവാൻ ഏറെക്കാലമായി ഇവിടെ പരിശ്രമം നടന്നിട്ടുള്ളതാണ്. പടിയറ പിതാവിൻ്റെ കാലം മുതൽ തന്നെ ഒരു അൽമായ ദൈവശാസ്ത്ര പഠനത്തിനാവശ്യമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുവാൻ പരിശ്രമങ്ങൾ നടക്കുകയുണ്ടായി. പക്ഷേ ഒന്നു തന്നെ വിജയിച്ചിരുന്നില്ല. എന്നെ ആ കാര്യം അഭിമന്യ അപ്പോത്തി പിതാവ് ഏൽപ്പിച്ചു. അതനുസരിച്ച് ഇവിടെ
ഒരു സ്ഥാപനത്തിന് ആരംഭം കുറിച്ചു. മാർ തോമ വിദ്യാനികേതൻ എന്ന പേരിൽ അൽമായർക്ക് വേണ്ടിയുള്ള ഒരു സ്ഥാപനത്തിന് ആരംഭം കുറിച്ചു. സഭയുടെ വളർച്ചയിൽ സകല അംഗങ്ങൾക്കുമുണ്ടായിരുന്ന വലിയ സ്ഥാനത്തെ ശരിയായി ഉൾക്കൊണ്ടിരുന്ന ഒരു സമൂഹത്തിൽ വേരൂന്നി വളർന്നു വന്ന അൽമായരെ മുൻനിരയിലേക്ക് കൈപിടിച്ചു നടത്തുവാൻ ആഗ്രഹിച്ച അഭിവന്യ പിതാവ് തന്നിൽ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തത്തെ ഏറ്റവും ആത്മാർത്ഥതയോടെയാണ് സമീപിച്ചത്. സഭാ ചരിത്രത്തിലുടനീളം എക്കാലവും വ്യക്തമാക്കപ്പെട്ടിട്ടുള്ള കുടുംബങ്ങളുടെയും വ്യക്തികളുടെയും വിശുദ്ധീകരണത്തിൽ ഊന്നിയുള്ള പ്രവർത്തന പദ്ധതികളായിരുന്നു എക്കാലവും അദ്ദേഹത്തിനുണ്ടായിരുന്നത്. പരിശുദ്ധാത്മാവ് പകർന്ന സവിശേഷമായ ദൈവിക ജ്ഞാനത്തിൻ്റെ വെളിച്ചം അദ്ദേഹത്തിലൂടെ ലോകത്തിന് ലഭിച്ചപ്പോൾ അത് അനേകരെ സത്യത്തിലേക്ക് അടുപ്പിച്ചു. അൽമായർക്ക് സഭയിൽ വലിയൊരു ദൗത്യം നിർവഹിക്കുവാനുണ്ട്. അത് ശരിയായ രീതിയിൽ നിർവഹിക്കണമെങ്കിൽ സഭയെക്കുറിച്ച്, സഭാശാസ്ത്ര വിഷയങ്ങളെക്കുറിച്ച് അടിസ്ഥാനപരമായ അറിവും ബോധ്യവും ഉണ്ടാകണം. എങ്കിൽ മാത്രമേ സഭയിൽ നിർണായകമായ ഒരു പങ്ക് വഹിക്കുവാൻ അൽമായർക്കും സാധിക്കുകയുള്ളൂ. ഈ അൽമായ ദൈവശാസ്ത്ര സ്ഥാപനമായ മാർ തോമ വിദ്യാനികേതനിലൂടെ കുറേയധികം അൽമായർക്ക് സഭാശാസ്ത്ര സംബന്ധമായ അറിവ് പകരുവാൻ, അവർക്ക് ഒരു ആത്മവിശ്വാസം പകരുവാൻ, സഭയുടെ അജപാലന ശുശ്രൂഷയെ കുറച്ചുകൂടെ ക്രിയാത്മകമായി പ്രവർത്തിക്കുവാൻ, നേതൃത്വം നൽകുവാൻ ഒക്കെ ഇടയായി എന്നുള്ളത് ഈ സ്ഥാപനത്തിൻ്റെ വലിയൊരു നേട്ടമായി ഞാൻ കാണുന്നു. 2000 വർഷത്തെ പഴക്കമുള്ള ഒരു സഭയ്ക്ക് ആ വിശ്വാസ പാരമ്പര്യത്തിൻ്റെ ദൃഢതയും ആഴവും തീർച്ചയായിട്ടും ഉൾക്കൊള്ളാൻ സാധിക്കണം. അത് മെത്രാന്മാരോ വൈദികരോ സന്യസ്തരോ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ. സഭയെന്ന് പറയുന്നത് ദൈവജനമാണ്. അപ്പം ദൈവജനത്തിൻ്റെ മുഴുവൻ ഒന്നും ചേർന്നുള്ള ക്രിയാത്മകമായ പ്രവർത്തനത്തിലൂടെ മാത്രമേ സഭയ്ക്ക് അവരുടെ പ്രേക്ഷിത ദൗത്യം നിർവഹിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇതോടൊപ്പം തന്നെ എൻ്റെ ചുമതലയിലുണ്ടായിരുന്ന ഒരു കാര്യം കുടുംബ കൂട്ടായ്മകളുടെ നടത്തിപ്പാണ്. നമ്മുടെ കുടുംബ കൂട്ടായ്മകൾ അത് നമ്മുടെ സഭാ ജീവിതത്തെ, അജപാലന പ്രവർത്തനങ്ങളെ വളരെ അധികം സഹായിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ആദിമ സഭയുടെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ഇടവക സമൂഹങ്ങൾ കൂടുതൽ ചൈതന്യവത്തായി തീരണം, കൂടുതൽ സജീവമാകണം. അതിനെ സഹായിക്കുന്ന ഒരു പ്രവർത്തന ശൈലിയാണ് കുടുംബ കൂട്ടായ്മകളുടെ പ്രവർത്തനം എന്ന് പറയുന്നത്. അടുത്തടുത്ത് താമസിക്കുന്ന ആളുകൾ, കുടുംബങ്ങൾ നല്ല അയൽക്കാരെ പോലെ ജീവിക്കാൻ സാധിക്കുക, അവർ ആദിമ ക്രൈസ്തവർ ചെയ്തതുപോലെ ഒരുമിച്ച് കൂടുക, ഒരുമിച്ച് പ്രാർത്ഥിക്കുക, ഒരുമിച്ച് പഠിക്കുക, അതുപോലെ തന്നെ വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ ആഘോഷമായ വിശുദ്ധ കുർബാനയെ അർപ്പിക്കുക. ഇതാണല്ലോ ഒരു സഭയെ സഭയാക്കി തീർക്കുന്ന ഘടകങ്ങൾ. ആ രീതിയിൽ നമ്മുടെ ഇടവക സമൂഹങ്ങൾ രൂപം കൊള്ളണം. നല്ല അയൽക്കാരെ പോലെ അവർ ജീവിക്കണം, അവർ ഒരുമിച്ച് പ്രാർത്ഥിക്കണം, ഒരുമിച്ച് പഠിക്കണം. അതുപോലെ തന്നെ വിശ്വാസജീവിതത്തിൻ്റെ പാരമ്യമായിട്ട് വിശുദ്ധ കുർബാനയെ അവർ കാണുവാനും അനുഭവിക്കുവാനും ഇടയാകണം. അതിനൊക്കെയുള്ളൊരു പരിശീലനമാണ് കുടുംബ കൂട്ടായ്മകളിലൂടെ നമ്മൾ നടത്താൻ ശ്രമിക്കുന്നത്. അത്തരത്തിൽ ഇവിടെ കുടുംബ കൂട്ടായ്മകൾ രൂപീകരിക്കുവാൻ പ്രാർത്ഥന, പഠനം, പങ്കുവയ്ക്കൽ എന്നുള്ള ആ ഒരു ലക്ഷ്യത്തോടു കൂടെ
അതിന് രൂപം കൊടുക്കുവാൻ ശ്രമിച്ചു. അതിലൂടെ ഒത്തിരിയധികം ബോധവൽക്കരണം നടത്തുവാനും സാധിച്ചു. ഇതോടൊപ്പം തന്നെ അതിൻ്റെ ഭാഗമായിട്ട് ആളുകൾക്ക് വിശ്വാസ പരിശീലനം നൽകുന്നതിൻ്റെ, പ്രത്യേകിച്ച് മുതിർന്നവരായ ആത്മായ സഹോദരങ്ങൾക്ക് വിശ്വാസ പരിശീലനം നൽകുന്നതിൻ്റെ ഭാഗമായി ഒരു പ്രസിദ്ധീകരണം തുടങ്ങുവാനും സാധിച്ചു. സത്യദർശനമാല, ഇന്ന് അത് സത്യദർശനം എന്ന പേരിൽ അറിയപ്പെടുന്നു. അതിലൂടെ സഭാപരമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നു. സഭയെ സംബന്ധിച്ച് ആവശ്യം പറഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അതിലൂടെ പങ്കുവയ്ക്കുവാൻ ശ്രമിക്കുന്നു. അങ്ങനെ ഒരു മുതിർന്നവരുടെ മതബോധനം എന്ന ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് വിദ്യാനികേതനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു പ്രസിദ്ധീകരണ വിഭാഗമാണ് ഈ സത്യദർശനം എന്നുള്ളത്. പ്രബുദ്ധതയുള്ള ദൈവജനത്തെ രൂപപ്പെടുത്തിയെടുക്കുക എന്ന ഉറച്ച ലക്ഷ്യത്തോടെ വിവിധങ്ങളായ പദ്ധതികൾക്ക് രൂപം നൽകുകയും വ്യക്തമായ ദൈവീക ഇടപെടലുകളോടെ അവയെല്ലാം ലക്ഷ്യത്തിലെത്തിക്കുകയും ചെയ്യിക്കുവാൻ അഭിമന്യ പിതാവിന് എക്കാലവും കഴിഞ്ഞിരുന്നു. പരിശുദ്ധാത്മാവ് പകർന്നു നൽകിയിരുന്ന വ്യക്തമായ ദിശാബോധത്തിന്റെ പിൻബലത്തിൽ ചാഞ്ചല്യമേതും കൂടാതെ ചരിച്ച ആ അഭിഷിക്തനെ കാത്തിരുന്നത് കൂടുതൽ പ്രധാനമായ ഉത്തരവാദിത്തങ്ങളായിരുന്നു. 2002 അദ്ദേഹം ചങ്ങനാശ്ശേരി അതിരൂപതയുടെ സഹായമെത്രാനായി നിയമിതനായി. കൂടുതൽ വിശാലമായ പ്രവർത്തന മേഖലകൾ കണ്ടെത്തി വർദ്ധിച്ച ഊർജത്തോടെ ദൈവജനത്തിന് ശുശ്രൂഷ ചെയ്യുവാൻ തുടർന്ന് ദൈവം തന്നെ അനുഗ്രഹിച്ചുവെന്ന് അഭിമന്യ പിതാവ് സ്മരിക്കുന്നു. ഈ കാലഘട്ടത്തിൽ ഇടവകളുമായിട്ട് കൂടുതൽ അടുത്ത് ബന്ധപ്പെടുവാൻ സാധിച്ചു. എനിക്ക് മുമ്പേ തന്നെ ഈ അതിരൂപതയിലെ എല്ലാ ഇടവകളെയും പരിചയമുണ്ട്. പല പ്രാവശ്യം ഇടവകളിൽ മാറി മാറി പോകുവാൻ ഇടയായിട്ടുണ്ട്. അങ്ങനെയുള്ള നിയോഗമായിരുന്നു എനിക്ക് ലഭിച്ചിരുന്നതും. ആ രീതിയിൽ ഈ അതിരൂപതയെ അതിൻ്റെ എല്ലാ കോണുകളിലും കടന്നു ചെന്ന് പരിചയപ്പെടുവാനും ആളുകളുമായിട്ട് സമ്പർക്കം പുലർത്തുവാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം വിവിധ സ്ഥാപനങ്ങളിൽ, വടവൂർ സെമിനാരിയിലും മറ്റ് സ്ഥാപനങ്ങളിലും ഒരു അധ്യാപകൻ എന്ന നിലയിൽ സഭാചരിത്രം പഠിപ്പിക്കുവാനുള്ള അവസരവുമുണ്ടായി. അങ്ങനെയൊക്കെ സന്തോഷകരമായി മുന്നോട്ട് നീങ്ങുമ്പോഴാണ് അതിരൂപതയിൽ സഹായമെത്രാനായിട്ട് ഞാൻ നിയോഗിക്കപ്പെട്ടത്. അങ്ങനെ ഏതാണ്ട് 4-5 വർഷക്കാലം സഹായമെത്രാൻ എന്ന നിലയിൽ ശുശ്രൂഷ നിർവഹിച്ചു. അത് കൂടുതൽ ആധികാരികതയോടെ പഞ്ചപാലന ശുശ്രൂഷ നിർവഹിക്കുവാൻ എനിക്ക് സഹായമായി. ദൈവജനത്തെ കൂടെ കാണുവാൻ, നിരന്തരമായ അവരുമായി സമ്പർക്കം പുലർത്തുവാൻ, ഇടവകളുമായിട്ട് ബന്ധപ്പെടുവാൻ ഒക്കെ എനിക്ക് അതിലൂടെ സാധിച്ചു. അങ്ങനെ 4-5 വർഷക്കാലം ഈ അതിരൂപതയിൽ ആകമാനം ഒരു ശുശ്രൂഷ നിർവഹിക്കുവാൻ മെത്രാപ്പൊലീത്തായെ സഹായിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അധികാരത്തിന് കീഴിൽ അദ്ദേഹത്തിൻ്റെയും താല്പര്യമനുസരിച്ച് കുറേ കാര്യങ്ങളെല്ലാം ചെയ്യുവാൻ എനിക്ക് ഇടയായി. അതൊക്കെ വളരെ സന്തോഷത്തോടെ ഞാൻ അനുസ്മരിക്കുകയാണ്. ജനകീയമായ ഒരു പ്രവർത്തന പന്ഥാവിലൂടെ ദൈവികമായ ലക്ഷ്യങ്ങളുടെ വാഹകനായി മാറി പരിശുദ്ധാത്മാവിൻ്റെ ബോധ്യങ്ങൾ ലോകത്തിന് പകർന്ന ശക്തനായ ഒരു അഭിഷിക്തൻ. തികഞ്ഞ സമർപ്പണത്തിൻ്റെയും ആത്മാർത്ഥതയുടെയും ആത്മീയ ബോധ്യങ്ങളുടെയും ഫലമായി ഉറപ്പ് പകർന്ന നിലങ്ങളിൽ കാലിടറാതെ ചരിച്ച ആ ശുശ്രൂഷകന്റെ ജീവിതം ലോകത്തിന് മുഴുവൻ അനുഗ്രഹവും മാതൃകയുമാണ്. അദ്ദേഹത്തിന് ദൈവം നൽകിയ ബോധ്യങ്ങളുടെ വെളിച്ചം നമ്മുടെ ജീവിതത്തിലും നിറയുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം.
നമ്മൾ ചിലപ്പോൾ ഒരു കാര്യം ചെയ്യുന്നത് എങ്ങനെയെങ്കിലുമൊക്കെ സമയം ഉണ്ടാക്കി ചെയ്യുന്ന കാര്യമായിരിക്കാം. പക്ഷേ ഓരോരുത്തർക്കും അവരുടെ ആവശ്യമനുസരിച്ച് നമ്മൾ സംലഭ്യരാകണം എന്നുള്ള ഒരു ആഗ്രഹമാണുള്ളത്. പലപ്പോഴും സാധിക്കത്തില്ല. നമ്മുടെ പരിമിതി അങ്ങനെയാണ്. നമുക്കും സ്വന്തമായിട്ട് എടുക്കേണ്ട ഒരു കുരിശുണ്ടാകും. അത് ഓരോ വ്യക്തിക്കും ഉണ്ടാകും. ഏത് ജീവിതാനുസരിപ്പെട്ടവർക്കും ഉണ്ടാകും. അത് തിരിച്ചറിഞ്ഞ് നമ്മളതിന് അത് എടുക്കാൻ തയ്യാറാകുക. ആ ഒരു തൻ്റെയിടം നമുക്കുണ്ടാകണം. പക്ഷെ അതിന് പ്രാർത്ഥനയുടെ ഒരു പിൻബലം ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ തിരക്കുകളുടെ ഇടയിൽ കുറച്ച് സമയം ഏകാന്തതയിൽ ദൈവത്തോടൊപ്പമായിരിക്കേണ്ടത് ആവശ്യമാണ്. അതാണ് ശരിക്കും വിശ്രമം എന്ന് പറയുന്നത്. കർത്താവ് അതാണ് നമ്മൾ ഇന്ന് ആവശ്യപ്പെട്ടതും. വരുവിൻ, നമുക്ക് വിഭജന സ്ഥലത്തേക്ക് പോകാം, അല്പം വിശ്രമിക്കാം എന്ന് ശിഷ്യന്മാരോട് ഈശോ പറയുകയുണ്ടായി. പലസ്തീനായിലെ ആ സഭയുടെ സംസ്കാരവുമായിട്ടും സവിശേഷതകളുമായിട്ടും ബൈബിൾ സന്ദേശവുമായിട്ടും ബൈബിൾ ചൈതന്യവുമായിട്ടുമൊക്കെ ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സഭാ പാരമ്പര്യമാണ് ഈ സുറിയാനി സഭാ പാരമ്പര്യം എന്ന് പറയുന്നത്.